ഇന്ന് നമ്മൾ രാവിലെ ചക്കക്കുരു മാങ്ങ ഉണക്കമീൻ ഒരു കോമ്പിനേഷൻ കറിയാണ്. ഇതൊക്കെ നൊസ്റ്റു ഇതൊക്കെ വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചക്കക്കുരു നമ്മളിങ്ങനെ ചക്കക്കുരു ശേഖരിച്ചൊന്നും വെക്കത്തില്ല കേട്ടോ, അതിനുള്ളത് കാണത്തില്ല. കിട്ടുമ്പോൾ അന്നേരേ തീർക്കും. അപ്പം ഞാൻ 2 ഉലുവാച്ചി എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ ചക്കക്കുരു, മാങ്ങ, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചമ്മ തേങ്ങയും ഒരിച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു 3-4 ചുമന്നുള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് നമുക്ക് ആദ്യം ചക്കക്കുരു അങ്ങ് വേവിക്കാമേ. ഇത് അരിഞ്ഞപ്പോൾ തന്നെ പിച്ചാത്തി അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഈ വെള്ളമൊന്നും മഴ നനയാതെ കിടന്ന ചക്കയല്ലേ, അപ്പം ഭയങ്കര കട്ടി. ഇന്നലെ ചക്ക വേവിച്ചപ്പോഴും നല്ല എന്താ പറയുന്നത്, വാട്ടുകപ്പ വേവിക്കുന്ന പോലെ ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. അല്ലെങ്കിലും മാങ്ങ ഇട്ട ചക്കക്കുരു വേഗത്തില്ല. അപ്പോൾ ചക്കക്കുരു വെന്തിട്ട് നമുക്ക് മാങ്ങ ഇടാം. അപ്പം ചോറ് വെന്തമ്മ അടച്ചിട്ടായിരുന്നേ. അപ്പം ഞാനത് ഗ്യാസിൽ നിന്നെടുത്ത് അടുപ്പയിലോട്ട് വെച്ചു. കാരണം നമുക്ക് ഗ്യാസിൽ ലാഭിക്കാം. ഇതിൻ്റെ മുകളിലത്തെ അടുപ്പ് കണ്ടോ, നല്ലതായിട്ട് തീ കത്തും. നമ്മുടെ താഴത്തെ അടുപ്പ് പോലല്ല, അവിടെ പുകയില്ലാത്ത അടുപ്പല്ലേ. അയ്യോ, തീ കത്താൻ എന്തോരം പാടായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ഒരു ചെറിയ വിറക് വെച്ചാൽ മതി, നല്ലതായിട്ട് കത്തും. അപ്പം ഗ്യാസ് എടുത്തിപ്പോൾ മനുഷ്യേട്ടൻ മരിക്കുന്നതിനൊക്കെ മുന്നേ എടുത്ത ഗ്യാസാണ്. ഇതുവരെയും തീർന്നില്ല. കാരണം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് അങ്ങ് മേളിൽ കൊണ്ടുപോയില്ലേ, അപ്പം മിക്കവാറും അടുപ്പിലെല്ലാം വെക്കുന്നത്. അപ്പോൾ അന്ന് കുത്തിയ കുറ്റി തന്നെയായിരിക്കുന്നത്. അപ്പോൾ ഗ്യാസിന് വലിയ ചിലവില്ല. ഞാൻ പലഹാരം വല്ലതൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഗ്യാസ് എടുക്കത്തുള്ളൂ. കൂടുതലും അടുപ്പിൽ തന്നെ. അപ്പം ചക്കക്കുരു വെന്ത് ഏകദേശം ഞാൻ ആ മാങ്ങയും പച്ചമുളകും നമ്മുടെ ഉണക്കമീനും അരപ്പും എല്ലാം കൂടി ഒന്നുകൂടെ വേവിച്ച് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇപ്പുറത്ത് ഓരോരോ പരിപാടികൾ നടക്കുന്നുണ്ട്. അവന് സ്കൂളിൽ പോകണം, എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ രാവിലെ അതിന് മുന്നേ ഉള്ള പാചകമാണ്. പക്ഷെ ഇതെപ്പോൾ വീഡിയോ ആയിട്ട് വരുമെന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അതൊക്കെ നമുക്ക് സമയം പോലെ ഇടാം. അപ്പം ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ച് നല്ല ചാറ് വേണം നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ. അപ്പം നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടു. ഉണക്കമീൻ അധികം ഉപ്പില്ലാത്ത മീനാണ്, നമ്മുടെ ഉലുവയായതുകൊണ്ടേ. നല്ലതായിട്ട് മാങ്ങയും ഒക്കെ വെന്ത് നോക്കട്ടെ. എന്നിട്ട് നമുക്കൊന്നുകൂടെ നോക്കിയിട്ട് ഉപ്പ് പോരാങ്കിൽ ഇടാം. ആദ്യമേ ഉപ്പിട്ടിട്ട് അങ്ങ് കൂടിപ്പോയാൽ ശരിയാവത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചപ്പാത്തിക്ക് ഒരു കിഴങ്ങ് കറി ഉണ്ടാക്കി. അയ്യോ, കറിയൊക്കെ സൂപ്പറായിരുന്നു. ഭയങ്കര ഉപ്പായിപ്പോയി എന്ന് പറഞ്ഞതുപോലെ. നമുക്ക് നോക്കാം. അത് ഞാൻ വീഡിയോ എടുത്തതല്ല. അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ. വീഡിയോ ആയിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ കറി വെന്ത് കുറുകി വരുന്നുണ്ട്. ഞാനന്നേരം ഇത് കടുക് താളിക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. മീൻ കറിയല്ലേ, കടുക് താളിക്കുന്നില്ല. ചക്കക്കുരു മാത്രമായിരുന്നെങ്കിൽ കടുക് താളിക്കായിരുന്നു. അപ്പം നമ്മുടെ കറി ആ തീയിലങ്ങോട്ടിരിക്കട്ടെ. ഞാൻ തണുത്ത് കഴിയുമ്പോൾ കാണിക്കാം. കണ്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ.